അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറും ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തി, ഇനി തിരുത്തലിന് തയ്യാറാണ്, അതിനുവേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു എന്ന് CPM പറയുന്നുണ്ട്. അപ്പോഴും എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ ഉയരുന്ന വലിയ വിമർശനങ്ങൾ അത് ഒരു ഭാഗത്തു നിന്നല്ല, പല ഭാഗത്തു നിന്നാണ്. അത് കേട്ടില്ല എന്ന് പാർട്ടി നടിക്കുകയാണോ? അപർണ, എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ ഒറ്റതിരിഞ്ഞാക്രമിക്കുക എന്നുള്ളതാണ് വലതുപക്ഷ മാധ്യമ ശൈലി. സഖാവ് EMSന്റെ കാലം തുടങ്ങി സഖാവ് EK നയനാരും സഖാവ് VS-ഉം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ആരൊക്കെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ അത് സഖാവ് പിണറായി വിജയൻ മാത്രമായിരിക്കും. അദ്ദേഹത്തെ കഴിഞ്ഞ 8 കൊല്ലമായി മാധ്യമങ്ങൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തെ, അതിനു മുമ്പ് അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയായിരുന്നതിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം പിന്നാമ്പുറത്തൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ വലതുപക്ഷ മാധ്യമങ്ങളുടെ ആക്രമണത്തിന് നിരന്തരം ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് രണ്ടാമതും കേരളത്തിൽ അധികാരത്തിലെത്തുന്ന ചരിത്ര സംഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അമ്പേ പരാജയം ഉണ്ടായി. ആ പരാജയം സർവ ആത്മന ഞങ്ങൾ വിനയാന്വിത ശിരസുകളോടെ സ്വീകരിക്കുന്നു. ആ പരാജയം ഞങ്ങളെ പലതും ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് തിരുത്തലിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം ഞാനൊന്ന് ഇടപെട്ടോട്ടെ അഡ്വക്കേറ്റ് ഹസ്കർ. ഞാൻ ക്ഷമിക്കണം, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇടപെടുന്നത്. 5 ദിവസങ്ങളായിട്ട് CPM നേതൃയോഗങ്ങൾ നടക്കുകയായിരുന്നു. സംസ്ഥാന സമിതി, സംസ്ഥാന സെക്രട്ടറി, അങ്ങേക്കും അറിയുന്നതാണ്. മാധ്യമങ്ങളിലൊക്കെ വരുന്നു. കേന്ദ്ര നേതാക്കളടക്കം ഉയർത്തിയ വിമർശനങ്ങൾ, അതാരുടെ ശൈലിക്കെതിരെ, അതാരുടെ ധാർഷ്ട്യത്തിനെതിരെ, അതൊക്കെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനെതിരെ എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. ഇനി ഈ പറഞ്ഞതൊക്കെ, ഈ വന്ന വാർത്തകളൊക്കെ കൂട്ടായ മാധ്യമ വേട്ടയാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ CPI-യുടെ ജില്ലാ യോഗങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതൊക്കെ CPI-യുടെ സംസ്ഥാന നേതാക്കൾ കണ്ണടച്ച് തള്ളിയിട്ടില്ല. അതായത് ഇത് ഒരു ഭാഗത്തുനിന്ന് വരുന്ന വാർത്തയല്ല, പല ഭാഗത്തുനിന്ന് വരുന്നതാണ്. കൂട്ടായി വലതുപക്ഷ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണോ ഈ നാനാതരം വിമർശനങ്ങളും വാർത്തകളും പ്രസ്താവനകളും എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. ചിലത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിമർശനത്തിനും സ്വയം വിമർശനത്തിനും വിധേയരാകുന്നവരാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അത് തുറന്നു പറയുന്നതിന് ഒരു മടിയും ഒരു കാലത്തും കാണിച്ചിട്ടില്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും ശൈലിയും. ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ചില പിശകുകൾ പറ്റിയിട്ടുണ്ട്. ആ പിശകുകളിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും ധിക്കാരവും അടക്കമുള്ള ഇടപെടലുകൾ ജനങ്ങൾക്ക് അവജ്ഞയോടെ ഞങ്ങളെ നോക്കിയിരുന്നു എന്ന വസ്തുത ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് തിരുത്തുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ, അത് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ കഴിയാതിരുന്നത് കൊണ്ട് കേരളത്തിലെ 64 ലക്ഷം ജനങ്ങൾക്ക് 1600 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക ബാധ്യതയുടെ ഘട്ടത്തിലും അത് കൊടുത്തു തീർക്കാൻ ഞങ്ങൾക്കായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA-യും അതുപോലെ മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിൽ ഞങ്ങൾക്ക് പിശക് പറ്റിയിട്ടുണ്ട്. ആ പിശകുകൾ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുത ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കുന്നതിനോ അത് പ്രകടമായി സാമൂഹികമായി കേരളത്തിന്റെ പൊതുബോധത്തിൽ ചർച്ച ചെയ്യുന്നതിനോ കേരളത്തിലെ UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിലെ UDF ചെയ്തിട്ടുള്ളതോ? കേരളത്തിൽ 19 MP-മാരുണ്ടായിരുന്ന UDF പിന്നീട് അത് 18 ആയി. ഒരു ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്ന് അവകാശപ്പെടാനോ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഈ ദുരിതകാലത്തും കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തണം എന്ന ഉദ്ദേശത്തോടുകൂടി ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഫലം ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. അത് സഖാവ് പിണറായി വിജയന്റെ കാലത്ത്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ജനങ്ങളുമായി സംവദിക്കുന്നതിലും ഞങ്ങൾക്ക് പിശക് പറ്റി. കേന്ദ്ര നയങ്ങളെ തുറന്ന് എതിർത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ ഞങ്ങൾക്ക് പിശക് പറ്റി. ആ പിശകുകളെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പോ ഞങ്ങളുടെ പിശകുകൾ തിരുത്തുക തന്നെ ചെയ്യും. ഇവിടെ ഏകഛത്രാപതി എന്ന അർത്ഥത്തിൽ സഖാവ് പിണറായി വിജയനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും
വിമർശനത്തിന് അതീതനാണ് അദ്ദേഹം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും ഇന്നും ഓരോ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയർന്നു എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഘടകകക്ഷികളുടെ യോഗങ്ങളിൽ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയെയും ആ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന മന്ത്രിമാരെയും വിമർശിക്കുന്നു. ഇത് ഞങ്ങളുടെ ശൈലിയാണെന്ന്. ഞങ്ങൾ സ്വയം വിമർശനത്തിനും വിധേയരാകുന്നവരാണ്. ഞങ്ങൾ ആരും വിമർശനത്തിന് അതീതരാണെന്ന ചിന്ത ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ പരാജയം സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് 2021 കേരള ചരിത്രത്തിൽ ആദ്യമായി 99 സീറ്റ് നൽകി മഹാഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് നിയമസഭയിൽ വീണ്ടും അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. അതിനു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ജയിക്കാനായത്. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം തുറന്നു പറയും. ഞങ്ങൾക്ക് വന്നിട്ടുള്ള പിശകുകൾ ഞങ്ങൾ തിരുത്തും. അങ്ങനെ തിരുത്തി ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കുക. അങ്ങനെ ശ്രീ ബി എൻ ഹസ്സർ, ആ 2019, 2024 താരതമ്യപ്പെടുത്തുമ്പോൾ ഈ രീതിയിലുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഉൾപാർട്ടി ജനാധിപത്യമാണ്, വിമർശനങ്ങൾ വരും, അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. എന്തിനൊക്കെ വിമർശനങ്ങൾ ഉയരുന്നു? വ്യക്തിപരമായിട്ട് ഉയർന്ന വിമർശനങ്ങൾ എല്ലാ തരത്തിലും ന്യായീകരിക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന വാർത്തകൾ, പടച്ചുവിട്ട വാർത്തകൾ ആണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ അത് ജനങ്ങളെ സ്വാധീനിച്ചു എന്നാണ്. അതായത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു ജനറലൈസേഷൻ ആയിട്ട് ഒരു പാർട്ടി എടുക്കുന്നത് എന്തിനാണ്? ചില വിമർശനങ്ങളൊക്കെ ഉയരുന്നത് വ്യക്തിപരമായിട്ടാണ്, അത് പാർട്ടി അംഗീകരിക്കുന്നില്ല. പകരം കാടടച്ച് ആക്രമിക്കുകയാണെന്ന് പറയുന്നിടത്ത് തിരുത്തേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് പാർട്ടി കാണാതെ പോകുന്നില്ലേ? അപർണ, അങ്ങ് ഓർക്കുന്നുണ്ടാവും, 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നും ഈന്തപ്പഴ കുരുവിൽ വരെ, വിശുദ്ധ ഖുർആനിൽ വരെ സ്വർണം കള്ളക്കടത്തു നടത്തിയെന്നും അതിന് ഒത്താശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്നും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലുകളും പറഞ്ഞ് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും വരെ ആക്രമിക്കുന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളുമായി സംവദിക്കാൻ, ഞങ്ങളുടെ വിശുദ്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് 2021 തെരഞ്ഞെടുപ്പിന്റെ ഫലം. പക്ഷെ അതിന് സമാനമായി തന്നെ വീണ്ടും വാർത്തകളുമായി വലതുപക്ഷ മാധ്യമങ്ങളിലും വിമർശകരും ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ സദാ ജാഗരൂകരായിട്ടുള്ള പാർട്ടിയുടെ കേഡർമാർ, ആ പാർട്ടിയുടെ കേഡർമാർ ഇത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനുള്ള ഇച്ഛാശക്തി പാർട്ടിയുടെ കേഡർമാർക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ശരി, ബി എൻ ഹസ്കർ. ശ്രീ